പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. പ്രതിവചന സങ്കീർത്തനമാണ്. കർത്താവ് എൻ്റെ പ്രകാശമാണ്. അതിലെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യം, ഈ പ്രകാശത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന രണ്ട് അന്ധന്മാരായിട്ടുള്ള മനുഷ്യരാണ്. ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കരഞ്ഞപേക്ഷിക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന്? ഉവ്വ് കർത്താവ് എന്നുള്ള ഒരൊറ്റ വാക്കിലെ ഉത്തരം കൊണ്ട് അവർ പ്രകാശത്തിലേക്ക് വരുന്നുണ്ട്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഈ ഒരു വെളിച്ചത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ വായനയുടെ അവസാനം അതാണ്. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും, പിറുപിരുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. അതിനുള്ള കാരണം ഇതാണ്: അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും, പിറുപിരുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. ഈ രണ്ട് അന്ധന്മാരുടെ ബോഡി ലാംഗ്വേജ് കാണണം. അവരെ യേശു കടന്നു പോകുമ്പോൾ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഈസി ആയിരുന്നു ആ യാത്രയെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മൾ? കണ്ണ് കാണാത്ത രണ്ടുപേര് ഈ കർത്താവിനെ അനുഗമിച്ചു എന്ന് പറയണേ. അവൻ്റെ പിന്നാലെ നടക്കുക. വഴിയറിയാതെ ദിശയറിയാതെ നിൽക്കുന്ന രണ്ട് പേര് ആ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ ബോഡി ലാംഗ്വേജിനെയാണ് ഒന്നാമത്തെ വായനയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും, ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. ആ സമയം അങ്ങനെ നിലകൊള്ളുമ്പോൾ തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും, പ്രകാശത്തിലേക്ക് വരും എന്നുള്ളതാണ്. പിറുപിരുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. പ്രകാശമാണ്, വെട്ടത്തിലേക്ക് വരും. കർത്താവെ, ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം, ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ അവർക്കില്ലാതായിരുന്ന ആ വെളിച്ചത്തിലേക്ക് അവർ വരുന്നത് കാണും. അതാ പറയണേ, കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഈ നമ്മളുടെ ജീവിതം മാത്രമല്ല, തെറ്റിപ്പോയി എന്ന് നമ്മൾ വിലപിച്ചു കൊണ്ടിരിക്കുന്ന, വേദനിച്ചു കൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ കർത്താവിൻ്റെ മുൻപിലേക്ക് വെക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ പറയണം. അവർ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കുള്ളൂ. വെറുതെ പാസീവായിട്ടുള്ളൊരു വാക്കല്ല. കാരണം ഇത്രയും ഒച്ചയെടുത്ത് അവനെ അനുഗമിച്ച അന്ധന്മാർ തട്ടി വീഴും എന്നുള്ള ഭയപ്പാട് പോലും ഇല്ല. അത് കർത്താവിൻ്റെ പിന്നാലെ ഇങ്ങനെ നിലവിളിച്ചോടുന്ന മനുഷ്യരോട് കർത്താവ് ചോദിക്കണം, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉവ്വ് കർത്താവേ, ഞങ്ങൾക്ക് ഉറപ്പാണ്. അതായിരിക്കും അവർ പറഞ്ഞ രീതി. ഈ ഒരു ഉറപ്പോടുകൂടെ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ജീവിതം വെക്ക്. കർത്താവ് എന്നെ വെളിച്ചത്തിലേക്കും രക്ഷയിലേക്കും നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ രണ്ടാമത്തെ വായനയിൽ വായിച്ചു കേട്ടതാണ് രക്ഷ. ഇത് നമ്മളെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അടുത്തെത്തിയിട്ടുണ്ട്. കർത്താവ്, ഞങ്ങൾക്ക് ആ രക്ഷ വേണം. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിന്നിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്, നിനക്കത് ചെയ്തു തരാൻ പറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ചിട്ട് 1ഉം 2ഉം തവണ പ്രാർത്ഥിച്ച് 3ഉം 4ഉം ആഴ്ചയിൽ നൊവേനയ്ക്ക് പോയി 8ഉം 9ഉം തവണ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും എൻ്റെ മകൻ രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പലരുടെ പിന്നാലെ പോകുന്നവരെ കണ്ടിട്ടുണ്ട് പലവട്ടം. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ തന്നെ എത്ര തവണ കർത്താവിനെ തള്ളിപ്പറഞ്ഞതാ, എത്ര തവണ കർത്താവിനെ കുറ്റപ്പെടുത്തി, ഈശോ ഇതൊക്കെ ചെയ്തിട്ട്, ഇത്രയൊക്കെ ചെയ്തിട്ട് ഒന്നും ആയില്ലല്ലോ എന്ന് പറയുന്ന ചില മനുഷ്യരുടെ മുഖം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. കാരണം അത്രയ്ക്ക് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന, അത്രയ്ക്കും പരിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥതയോടുകൂടെ പങ്കുചേരുന്ന, ഭക്തിപൂർവ്വം അതിൽ പങ്കെടുക്കുന്ന, ഈശോയെ ഇങ്ങനെ നാവ് നീട്ടി സ്വീകരിക്കാൻ പോലും ഭയപ്പെടുന്ന മനുഷ്യര്. ഭയപ്പാടാ ബഹുമാനം കൊണ്ടാണ്. അങ്ങനെയുള്ളവരാ പറയണേ, അച്ഛാ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചിട്ട് പോലും കർത്താവ് കനിഞ്ഞില്ല, അനുഗ്രഹിച്ചില്ല. പിന്നെ ഒരു മടുപ്പാണ് അവരുടെ ഓരോ വാക്കുകൾക്കും. അവിടെയാണ് കർത്താവിൻ്റെ ചോദ്യം, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഉവ്വ് കർത്താവേ, ഉറപ്പുള്ള കാര്യമാണ്. എത്ര വൈകിയാലും ഞങ്ങൾക്കറിയാം നീ ഇത് ചെയ്തു തരുമെന്ന്. ഗോഡ് ഈസ് ഓൺ ടൈം എന്നൊക്കെ പറയൂലേ, കർത്താവ് ഓൺ ടൈമാണ്. ഒരു സെക്കൻഡ് അങ്ങോട്ടുമില്ല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടുമില്ല. കൃത്യസമയത്ത് കർത്താവ് ഇടപെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ അവർ പറയണ കാര്യം, എനിക്ക് ഉറപ്പാണ് കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ ചെയ്തു തരാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. ഉടനെ കർത്താവ് പറയും, നിങ്ങൾക്കിത് നിങ്ങളുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്കിത് സംഭവിക്കട്ടെ, നിങ്ങളെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ.
നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തും. ഒന്ന് വിശ്വസിച്ചു തുടങ്ങുക. കർത്താവ് മർത്തായോട് പറയണത് പോലെ വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വലിയ വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളെ ഇങ്ങനെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള വലിയ പ്രാർത്ഥനയോടുകൂടെ തെളിച്ചം നൽകണമേ എന്ന്, തെറ്റിൽ നിന്ന്, പാപത്തിൻ്റെ കുരുക്കുകളിൽ നിന്ന് മോചനം കിട്ടാൻ തിരികെ വരാനായിട്ടുള്ള കൃപ തരണമേ. ആരെയൊക്കെ സമർപ്പിച്ചാണോ പ്രാർത്ഥിക്കുന്നത് അവരെ എല്ലാവരെയും സമർപ്പിച്ച് അവൻ്റെ വെളിച്ചത്തിലേക്കും അവൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്കും തിരിച്ചു വരാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി തിന്മയിൽ നിന്ന് ആശീർവാദത്തിനായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ ദിവസവും ഭാരമിറക്കി വെക്കുന്ന ആ തിരുനടയിൽ നിന്ന് ഒരു തിരുഹൃദയത്തിൻ്റെ സ്പന്ദനം നമ്മളോട് നിരന്തരം ചോദിക്കുന്നുണ്ട്. മോനെ, മോളെ, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. കർത്താവിൻ്റെ ചോദ്യമാണ്, വിശ്വസിക്കുന്നുണ്ടോ? സോളമൻ രാജാവിനോട് കർത്താവ് പറയുന്ന വാഗ്ദാനം ഉണ്ടല്ലോ, എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം എപ്പോഴും ഇതിന്മേലുണ്ടായിരിക്കും. നമ്മളെ ഓരോരുത്തരുടെയും മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ഓരോ ദേവാലയങ്ങളുടെ മേൽ. എന്നിട്ടാണ് കർത്താവ് ചോദിക്കണേ, ഈ തുടിക്കുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒറ്റ ചോദ്യം, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ സ്വസ്ഥതയോടെ ജീവിക്കണ്ടേ. ഉള്ളു നിറഞ്ഞ സന്തോഷത്തോടെയും പ്രത്യാശ പകരുന്ന വാക്കുകളോടെയും നമുക്ക് മുന്നോട്ട് പോകണ്ടേ. സ്വർഗം അതിന് നമുക്ക് അനുഗ്രഹം തരട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.